കോൺഗ്രസിന്റെ ആയുധം സത്യവും അഹിംസയുമാണെന്നും ആ മാർഗം പിന്തുടർന്ന് നരേന്ദ്രമോദിയെയും ആർഎസ്എസിനെയും അമിത്ഷായെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് കവർച്ചയ്ക്കെതിരെ ഡൽഹി രാംലീല മൈതാനത്ത് കോൺഗ്രസ് നടത്തിയ വോട്ട് ചോർ ഗട്ടി ചോഡ്, വോട്ട് കവർച്ചക്കാർ അധികാരക്കസേരയൊഴിയുക മഹാറാലിയിലാണ് രാഹുൽ മോദി സർക്കാരിനെ കടന്നാക്രമിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന് അധികാരമുണ്ട്, അതുപയോഗിച്ച് അവർ വോട്ട് കവരുന്നു. ഞങ്ങൾ സത്യത്തിനൊപ്പമാണ്. സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗമുപയോഗിച്ച് മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ തോൽപ്പിക്കും. കുറച്ചു വൈകിയാലും സത്യം ജയിക്കും, രാഹുൽ പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ ബിജെപിക്കൊപ്പം ചേർന്ന് വോട്ട് കവർച്ചയ്ക്കു കൂട്ടുനിൽക്കുന്നു. സത്യവും കള്ളവും തമ്മിലുള്ള യുദ്ധമാണ് രാജ്യത്ത് നടക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. ഹരിയാണയിലെയും മഹാരാഷ്ട്രയിലെയും കർണാടകത്തിലെയും വോട്ട് കവർച്ചയെക്കുറിച്ച് രാഹുൽ ഓർമ്മിപ്പിച്ചപ്പോൾ രാംലീല മൈതാനിയിൽ നിറഞ്ഞുകവിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിരക്ഷ എടുത്തുകളയും. ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിരക്ഷ നൽകിക്കൊണ്ട് മോദി സർക്കാർ കൊണ്ടുവന്ന നിയമം മുൻകാല പ്രാബല്യത്തോടെ എടുത്തുകളയുമെന്നും വോട്ട് കവർച്ചയ്ക്ക് കൂട്ടുനിന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് കവർച്ചയും അസത്യവും ബിജെപിയുടെയും ആർഎസ്എസിന്റെയും ഡിഎൻഎയിലുണ്ടെന്നും കോൺഗ്രസ് ആശയം പിന്തുടരുന്നവരുടെ ഡിഎൻഎയിലുള്ളത് സത്യമാണെന്നും രാഹുൽ പറഞ്ഞു. ഒരിക്കലെങ്കിലും ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബിജെപിയെ വെല്ലുവിളിക്കുന്നു. അത്തരമൊരു മത്സരത്തിൽ ജയിക്കാൻ അവർക്കാവില്ല. ആ സത്യം ബിജെപിക്കും അറിയാം, റാലിയിൽ പ്രിയങ്ക പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് 2 കമ്മീഷണർമാരും ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുകയാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. മോഹൻ ഭഗവതിന്റെയും എം.എസ്. ഗോൾവാൾക്കറുടെയും മനുസ്മൃതിയുടെയും ആശയം രാജ്യത്തെ തകർക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു. വോട്ട് കവർച്ച നടത്തുന്നവർ വിശ്വാസവഞ്ചകരാണ്. അവർ നമ്മുടെ വന്ദേമാതരവും മോഷ്ടിച്ചു, ഇപ്പോൾ അവരുടേതാക്കി ചിത്രീകരിക്കുന്നു, ഖർഗെ പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, പിസിസി അധ്യക്ഷർ എന്നിവരും വേദിയിലുണ്ടായിരുന്നു.